പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. പുതിയൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകി. ഇന്ന് ഞായറാഴ്ചയാണല്ലോ. കഴിഞ്ഞ 6 ദിവസം നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി നാം സമയം ചെലവഴിച്ചു. ഒരു ദിവസം ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസമാണ്. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു. ഈ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഇന്ന് ഉയർപ്പിൻ ദിനമാണ്. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഉയർപ്പിൻ ദിനമാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അപ്പോസ്തലന്മാർ കർത്താവിനെ ആത്മാവിന് സത്യത്തിലും ആരാധിക്കുവാൻ കൂടി വന്നു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെയാണ്. 6 ദിവസം നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി ജോലി കാര്യങ്ങൾക്കെല്ലാം പോയി. ആമേൻ. ഈ ഒരു ദിവസം കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി എല്ലാവരും പോകാനുള്ള ഒരുക്കമായിരിക്കുമെന്ന് കരുതുന്നു. ആമേൻ. ഞായറാഴ്ച ലഭിക്കുന്ന വരുമാനം അത് വേണ്ട എന്ന് വെച്ചും ജോലിക്ക് പോകുന്നവരുണ്ട്. എന്നാൽ ഡ്യൂട്ടി ടൈം ചേഞ്ച് ചെയ്ത് ആരാധിക്കുവാൻ സമയം വേർതിരിച്ച് പോകുന്നവരും ഉണ്ട്. എന്നാൽ കഴിവുള്ളിടത്തോളം എത്ര ക്ലേശമായാലും രോഗമായാലും കഷ്ടമായാലും സാധിക്കുമെങ്കിൽ കൂട്ടായ്മയ്ക്ക് പോകുന്നത് നമുക്കെപ്പോഴും നല്ലതാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കാം. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ആമേൻ. ഈ ലോകത്തിൽ നമ്മൾ എന്ത് സാധനം മേടിച്ചാലും ഗ്യാരണ്ടി ഉണ്ട്. TV മേടിച്ചാൽ, ഫ്രിഡ്ജ് മേടിച്ചാൽ, വാഷിംഗ് മെഷീൻ മേടിച്ചാൽ, എന്ത് സാധനം വാങ്ങിയാലും ഗ്യാരണ്ടി ഉണ്ട്. എന്നാൽ ഗ്യാരണ്ടി ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ മനുഷ്യൻ മാത്രമാണ് ഗ്യാരണ്ടി ഇല്ലാത്തത്. കാരണം ഇന്ന് നമ്മൾ ജീവനോടെ ഇരുന്നു, നാളെ ജീവിക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ? രാവിലെ ഉണർന്നു രാത്രി കാണുമെന്ന് ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ ഈ ഓരോ നിമിഷവും ജീവിക്കുന്നത്. അകത്തോട്ട് എടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിട്ടില്ലെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? ജീവൻ പോയി, ശവമായി തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. അങ്ങനെയെങ്കിൽ ആരാധനയ്ക്ക് നാം കടന്നു പോകുമ്പോൾ എത്ര സന്തോഷമാണ്! പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള ആരാധന എത്ര അനുഗ്രഹമാണ്! പ്രൈസ് ദി ലോർഡ്. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി ആരാധന എന്നതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 11-ന്റെ 4-ാം വാക്യം. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിൻ്റേതിൽ ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷി ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷം അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഹാബേല് ദൈവത്തിന് കായിൻ്റേതിനേക്കാൾ ഉത്തമമായ യാഗം കഴിച്ചു. എന്താണ് യാഗം എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. എന്താണ് ആരാധന എന്ന് പറഞ്ഞാൽ റോമാലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിക്കും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. കോരിന്ഥ ലേഖനത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അപ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, മന്ദിരമാണ്. കാരണം ദൈവം നമ്മിൽ വസിക്കുന്നു. ദൈവം നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്! അതുകൊണ്ട് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കണം. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഏതെങ്കിലും കുറവുകൾ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. വേദോസ്തം പറയുന്നു, ലംഘനങ്ങളെ മറച്ചു വെക്കുന്നതിന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിനോ കരുണ ലഭിക്കും. അപ്പൊ ദൈവത്തിന്റെ കരുണ എവിടെയാ, ആർക്കാ ലഭിക്കുന്നത്? മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റുകൾ വരാം, കുറ്റങ്ങൾ വരാം, സംസാരത്തിലും ജീവിതത്തിന്റെ പല ഇടപാടുകളൊക്കെ കുറവുകൾ വരാം. പക്ഷേ എന്നിൽ കുറവുണ്ടെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, പശ്ചാത്താപിക്കുമ്പോൾ, പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. ബൈബിൾ പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരിക്കുന്ന ഒരു രക്തമാണ് യേശുവിൻ്റെ രക്തം. ആമേൻ. ഇനി വായിച്ച ഭാഗത്തേക്ക് വരാം. കയീൻ എന്ന് പറഞ്ഞ വ്യക്തിയും ഹാബേലും 2 പേര് നമുക്കറിയാം. നമ്മുടെ ആദിമ പിതാവ് ആദാം, ആദിമ മാതാവ് ഹൗവ നമുക്കറിയാം. ആദമിന്റെ ഹൗവയുടെയും മക്കളാണ് കയീനും ഹാബേലും. കയീൻ മൂത്തവൻ, ഹാബേൽ ഇളയവൻ. 2 പേരുടെ ജോലി കയീന്റെ കൃഷി ജോലിയായിരുന്നു, ഹാബേലിന്റെ ആടുകളെ മേയ്ക്കുന്ന ജോലിയായിരുന്നു.
രണ്ടുപേരും ജോലി ചെയ്യുന്നവരായിരുന്നു. എന്നാൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി, യാഗം കഴിക്കാൻ വേണ്ടി കൈയിൽ നിലത്ത് നിന്ന് കൊണ്ടുവന്നു. ഹാബേല് ആട്ടിൻകുട്ടിയിൽ നിന്ന് ഏറ്റവും നല്ല മേധസ്സുള്ളത് നോക്കി കൊണ്ടുവന്നു. രണ്ടുപേരും യാഗം കഴിച്ചു. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരുവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, മറ്റവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. ആമേൻ. ഒന്ന് വ്യക്തിയിൽ ദൈവം പ്രസാദിക്കുന്നു, അത് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നു. വ്യക്തിയിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ നമ്മുടെ നടപ്പ് നേരുള്ളതായിരിക്കണം, നമ്മുടെ ജീവിതം നേരുള്ളതായിരിക്കണം, ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കണം. എന്നാൽ അവിടുത്തെ വിഷയം, കയ്യിന് വീണ്ടും അവസരമുണ്ടായിരുന്നു ദൈവത്തിന്റെ മുമ്പിൽ പിന്നെയും യാഗത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ആരാധിക്കാൻ, യഥാർത്ഥമായ ആരാധന ചെയ്യുവാനുള്ളതാകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലെ സംഭവമാണ് ഇവിടെ പറയുന്നത്. കയ്യിന് കോപമുണ്ടായി എന്നാണ് പറയുന്നത്. കയ്യിന് കോപമുണ്ടായി. ആമേൻ. ഇന്ന് ആരെങ്കിലും കോപമുള്ളവർ എന്നെ ശ്രമിക്കുന്നുണ്ടോ? കോപം, ഭയങ്കര ദേഷ്യം, തൊട്ടതിനും പിടിച്ചതിനെല്ലാം ഭയങ്കര ദേഷ്യം അല്ലേ? ചിലര് ഭാര്യയോട് ദേഷ്യപ്പെടുന്നു, ഭാര്യമാരും ഭർത്താക്കന്മാരോട് ദേഷ്യപ്പെടുന്നു, മക്കളോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ കോപം എന്തെങ്കിലും ഉണ്ടോ? ഓഫീസിൽ പോയി, ജോലിക്ക് പോയി, അവിടെ ചെന്നപ്പോൾ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, അവിടെ കീഴുദ്യോഗസ്ഥരോട് മോശമായി പെരുമാറുന്നു, അല്ലെങ്കിൽ മുകളിലെ ഉദ്യോഗസ്ഥരോട് മോശമായി പെരുമാറുന്നു. അങ്ങനെ ആകെ ടെൻഷൻ നിറഞ്ഞ് കോപം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് ആ കോപത്തെ ഒഴിവാക്കി കളയണം. കോപം നമ്മുടെ ജീവിതത്തിൽ മാറ്റണം. കാരണം കോപമുണ്ടെങ്കിൽ പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, കയീൻ കോപിച്ചു. എന്നാ ദൈവം പറഞ്ഞു, കയീനെ നീ കോപിക്കണ്ട, പാപം നിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്, അതിന്റെ ആഗ്രഹം നിന്നോടാണ്, നീ എന്ത് ചെയ്യണം? പാപത്തെ കീഴ്പ്പെടുത്തണം. പക്ഷേ കയീൻ ചെവിക്കൊണ്ടില്ല. കയീൻ പറഞ്ഞു, അനുജനോട് പറഞ്ഞു, ബാ നമുക്കൊന്ന് വയലിലേക്ക് പോകാം. അങ്ങനെ അനിയൻ എന്ത് ചെയ്തു? കൂടെ പോയി അല്ലേ? കാരണം ഒരു ആപത്ത് വരുമെന്ന് അനിയൻ ചിന്തിച്ചില്ല. ദൈവപ്രസാദം കിട്ടിയവനാ അവന്. ഒരു ആപത്ത് വരുമെന്ന് അവൻ ചിന്തിച്ചില്ല. കാരണം ഭൂമിയിലെ ജീവിതമൊക്കെ കുറച്ച് നാളേ ഉള്ളൂ. ജീവിക്കുന്ന കാലം മുഴുവൻ നന്നായി ജീവിക്കണം, ശരിയായി ജീവിക്കണം, വിശുദ്ധമായി ജീവിക്കണം, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണം. ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് നല്ലവരായി എന്ത് ചെയ്യാം? അഭിനയിക്കാം. ജീവിതം എന്ന് പറയുന്ന അഭിനയമല്ല, യാഥാർത്ഥ്യമാണ് അല്ലെ? ദൈവം എന്ത് ചെയ്യുന്നു? ഹൃദയങ്ങളെ നോക്കുന്നു. മനുഷ്യൻ പുറമേയുള്ള നോക്കുന്നു, ഹൃദയങ്ങളെ നോക്കുന്ന ദൈവം എബ്രായ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ ഒന്നും മറവല്ല, സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. കണ്ടോ? എല്ലാം അറിയുന്നു. എൻ്റെ ഇടിപ്പ്, നടപ്പ്, കിടപ്പ്, സംസാരം, ഇടപാട്, എൻ്റെ ജീവിതമെല്ലാം ദൈവത്തിന് മുമ്പിൽ തുറന്ന പുസ്തകം പോലെയാണ്. എന്നെ മുഴുവനായി അറിയുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. നീ കണ്ണുനീരൊഴുക്കുന്നത്, ഭാരപ്പെടുന്നത്, മനം കലങ്ങുന്നത്, ജീവിതത്തിലെ ടെൻഷൻ, കുടുംബത്തിൽ അമേത്താൽ സകല ചുമടുമെടുത്ത് താങ്ങി ഭാരത്തോടെ ആയിരിക്കുന്ന അവസ്ഥകൾ, എല്ലാ വിധത്തിലും നിന്റെ ഹൃദയത്തിന് നുറുങ്ങൽ കാണുന്ന ഒരു ദൈവം ഇന്ന് പറയുകയാണ്, മകനെ, മകളെ, നീ ഭാരപ്പെടേണ്ട. പ്രൈസ് ഗോഡ്. എന്തെന്നറിയാമോ? എല്ലാം അറിയുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. പക്ഷെ യഥാർത്ഥമായ ദൈവപ്രസാദം കിട്ടിക്കോണം, ദൈവപ്രസാദം ലഭിക്കണം. ഇവിടെ കയീൻ കോപിച്ചു, വയലിലേക്ക് കൊണ്ടുപോയി. രണ്ടുപേരും കൂടി പോയി. എന്നിട്ട് കയീൻ ഹാബേലിനോട് കയർത്തു, അവനെ കൊന്നു എന്ന് നമുക്ക് അവിടെ വായിപ്പാനായിട്ട് കഴിയുന്നു. ആമേൻ. അവിടെ കൊന്നു. എന്നാൽ കയീനോട് ചോദിച്ചു, നിന്റെ അനുജനെന്തിയേ? അനുജനെന്തിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അനുജന്റെ കാവൽക്കാരനാണോ എന്നൊക്കെ ദൈവത്തോടൊന്ന് മറുതലിച്ച് ചോദിക്കുക അല്ലേ? എന്നാൽ അവൻ ചെയ്തതൊക്കെ ആര് കണ്ടു? ദൈവം കണ്ടു. അവൻ വിചാരിച്ചു അവന്റെ കോപത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും എങ്ങനെ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ ജീവിതത്തിൽ ആരും ഇടപെടണ്ട എന്ന് പറയും അല്ലേ? ആരും ഇടപെടണ്ട. പക്ഷേ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാനുള്ള അധികാരം ദൈവത്തിനുണ്ട്. ദൈവത്തിന് നമ്മുടെ മേൽ അധികാരമുണ്ട്. എന്നാൽ ആ ദൈവത്തിന് മുമ്പാകെ ഒന്ന് സങ്കടപ്പെട്ട് പശ്ചാത്താപിച്ചൊന്ന് സമർപ്പിച്ചാൽ ഈ ദൈവം നമ്മളെ മാറോട് കെട്ടിപ്പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന്റെ സ്നേഹം അത്രയ്ക്കും വലുതാണ്. ക്രൂശിലെ സ്നേഹം, ദിവ്യമായ സ്നേഹം, ശ്രേഷ്ഠമായ സ്നേഹം, അഗപ്പയാകുന്ന സ്നേഹം. അഗപ്പ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാമോ? നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കും. ഇതാണ് അഗപ്പ എന്ന് പറയുന്നത് അല്ലേ? സ്നേഹമാ അല്ലേ?
സ്നേഹം പല വിധത്തിലുണ്ട്. എന്നാൽ പറയട്ടെ, ഇവിടെ എന്താണ്, ദൈവം അവനോട് ഇടപെടുമ്പോൾ അവൻ ദൈവത്തോട് മറുതലിക്കുക. അപ്പൊ ദൈവം അവനോട് പറഞ്ഞു, ഹാബേലിന്റെ രക്തം ഇതാ എന്നോട് നിലവിളിക്കുക, നീ ശാപഗ്രസ്തനായി ഇവിടെ വിട്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് കായിന് ബോധം വന്നു, അയ്യോ ഞാൻ തെറ്റ് ചെയ്തല്ലോ, ദൈവമേ എന്നോട് ക്ഷമിക്കണം. ദൈവം കരുണ കാണിച്ചു, അവിടെയും ദൈവം കരുണ കാണിച്ചു. ദൈവം എത്ര വലിയ സ്നേഹവാനല്ലേ, ദൈവം എത്ര നല്ലവനാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് ഇവിടെ പറയപ്പെടുന്ന വിഷയം ആരാധനയാണ്. നാം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ചർച്ചിലേക്ക്, കൂട്ടായ്മയിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് സ്വയം ശോധന ചെയ്യുക. എന്നിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ ആരാധന ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ഒന്ന് സ്വയം ശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തിലെ കുറവുകളൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് ഒരു ശുദ്ധീകരണത്തോടുകൂടി കടന്നു എന്ന് ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നമ്മുടെ ഉള്ളിൽ കത്തും. ദൈവീയ സന്തോഷത്താൽ നമുക്ക് നിറയാൻ കഴിയും. പലപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണല്ലോ, ഇവിടുത്തെ ജീവിതം അല്പകാലമുള്ളൂ, പക്ഷെ ഉള്ള കാലം നന്നായി ജീവിക്കുക, ഒന്നും ഭാരപ്പെടണം. ഇങ്ങോട്ട് ആരെങ്കിലും കോപിക്കുവാണെങ്കിൽ അങ്ങോട്ട് ക്ഷമയോടെ നിന്ന് കൊടുക്കുക. ആരോടും മറുതലിക്കാതെ, ഹല്ലേലൂയ. കർത്താവിന് പ്രസാദമുള്ള ജീവിതം നയിക്കുവാണ്ടാക്കോണം ഇന്ന് ഈ സമയത്ത് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ നല്ല കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. തിരുവഴുത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ആരാധനയോടുള്ള ബന്ധത്തിൽ. ചിലര് എപ്പോഴും എല്ലാം അനുകൂലമാണെങ്കിൽ ആരാധന വെളിപ്പെടും. എല്ലാം അനുകൂലമായിരിക്കും. സാമ്പത്തിക പ്രശ്നം വരരുത്, രോഗം വരരുത്, ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്, അങ്ങനെയാണ് ഞാൻ ആരാധിക്ക് വരാമെന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കം വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ, രോഗം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ ആരാധന മുടങ്ങരുത്. പൗലോസും ശീലാസും ഒരിക്കലും എന്ത് ചെയ്യുന്നത്, അവരെ അടിച്ച് മുറിവേൽപ്പിച്ചു. പക്ഷെ അവർ കാരാഗ്രഹത്തിൽ അവരെ കൊണ്ട് ഇട്ടപ്പോഴും അവരാരാധിച്ചപ്പോൾ അവരുടെ കെട്ടുകൾ മാത്രമല്ല, മറ്റു തടവുകാരുടെയും കെട്ടുകൾ പൊട്ടി. അവരുടെ ആരാധന നടുവിൽ കാരാഗ്രഹത്തിന് അടിസ്ഥാനം ഇളകി എന്ന് പറഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുകൾ ഉണ്ടാകുവാനിടയായി. നമ്മുടെ ജീവിതത്തിൽ എത്ര കഷ്ടമാകട്ടെ, നഷ്ടമാകട്ടെ, പ്രയാസമാകട്ടെ, എന്തു വന്നാലും ആരാധന മുടങ്ങരുത്. വീട്ടിലായാലും ചർച്ചിലായാലും ആരാധന മുടങ്ങരുത്. ഞായറാഴ്ച ഈ വിശുദ്ധ ദിവസം നവമാധ്യമങ്ങളിലുള്ള അതിന് മുമ്പിലുള്ള ആരാധന മാറ്റിവെച്ച് ഒരുമിച്ച് ദൈവമക്കൾ ചേർന്നിരുന്ന് ആരാധിക്കുമ്പോൾ എത്ര സന്തോഷമാണ്, എത്ര ആനന്ദമാണ്. നമ്മളെ തന്നെ അങ്ങ് സമർപ്പിക്കുക. അബ്രഹാം ആരാധനയ്ക്ക് വീട്ടിൽ തന്നെ ഇരുന്നില്ല. ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കാണിപ്പാനിരിക്കുന്ന ദേശത്ത് ആ മലയിൽ പോയി ആരാധിക്കാൻ പറഞ്ഞു. 3 ദിവസം നടന്നെന്ന് പറഞ്ഞ ആരാധനയ്ക്ക്. ചിലരാണെങ്കിൽ വീടിൻ്റെ തൊട്ടടുത്ത് നോക്കിയിരിക്കുക, അല്ലെങ്കിൽ എങ്ങും പോകാതിരുന്ന സ്വത്രകാഴ്ച ലാഭം, വണ്ടിക്കാശ് ലാഭം, സുഖമായി എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ട് ആരാരും മുടക്കിയിരിക്കുന്നവരുണ്ട്. ഒരു ദൈവം ഇതിനാരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. ചിലരങ്ങനെ ആഹാരം കഴിക്കാൻ നേരത്ത് കുട്ടികളും മറ്റുള്ളവരെല്ലാം ഒത്തിരി കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന അനുഭവമുണ്ട്. അതൊന്നും പാടില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിന് പ്രസാദമുള്ളൊരു യാഗമായി നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കാം. ഈ വിശുദ്ധ ദിവസം ദൈവത്തെ ആരാധിക്കാൻ കടന്നു പോകുമ്പോൾ, ഉത്സാഹത്തോടെ ഒരുക്കത്തോടെ കടന്നു പോകുമ്പോൾ നമ്മുടെ യാഗത്തിൽ ദൈവം പ്രസാദിക്കും. ഈ ദൈവത്തിൻ്റെ കരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭൂമിയിലെ ജീവിതം കഴിയുമ്പോൾ യുഗായുഗം ദൈവത്തോട് ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു സുദിനം വരാൻ പോവുകയാണ്. കർത്താവിൻ്റെ വരവേറ്റവും ആസന്നമായി. മാറാനാഥ എത്ര വേഗം യേശു വരും. തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ അവൻ്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ ഈ പകൽക്കാലം, ഈ രാവിലെ സമയം നമ്മളെ ഒന്ന് സമർപ്പിക്കുക. യേശു അപ്പ, എന്നെ സമർപ്പിക്കുകയാണ്, എന്നെ ശുദ്ധീകരിക്കണം, എന്നെ കഴുകണമേ. യഥാർത്ഥമായ ആരാധന, ആത്മാവിന് സത്യത്തിൽ ആരാധിക്കുവാൻ ഇതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുവചന അല്പസമയം ഘോഷിപ്പാൻ കൃപ തന്നല്ലോ. വചനം കേട്ട നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. വചനം കേട്ട ഹല്ലേലൂയ സഹോദരി സഹോദരന്മാര്, ബാലിക ബാലന്മാര്, വൃദ്ധന്മാർ, വൃദ്ധകള്, സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വിഷയത്തിന്റെ മുഖത്ത് ഭാരപ്പെട്ട് മനം കലകിയിരിക്കുന്നെങ്കിൽ എൻ്റെ യേശപ്പാ, എൻ്റെ കുഞ്ഞുങ്ങളെ വിഷയത്തിന്മേൽ ഇന്ന് പരിഹരിക്കണമേ. കുരുക്കുകളിനകത്തൂടെ കുരുക്കളെ കർത്താവ് അഴിച്ചു മാറ്റണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുകയാണ്. എൻ്റെ കർത്താവ് പ്രാർത്ഥന യാചന കേട്ടതിനായി നന്ദി. എല്ലാം കൂടെ മഹത്വത്തിനായി തീർക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം. ജീവനുള്ള പിതാവേ, ആമേൻ. താങ്ക് യു ലോർഡ്. പ്രൈസ് ഗോഡ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.